ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏവരും സുഖമായിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. നമുക്കൊന്ന് ഗോവയ്ക്ക് പോകാം. ഞാൻ നിങ്ങളെല്ലാവരെയും ഇന്ന് ഗോവയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഇന്നത്തെ യാത്ര ഗോവയിലേക്കാണ്. ഗോവ സഞ്ചാരികളുടെ പറുദീസയാണ്. മനോഹരമായ ബീച്ചുകളും നല്ല കുളിർത്തന്നലുള്ള വില്ലേജ് ഏരിയയിലും നമുക്ക് ഗ്രാമത്തിന് ഗ്രാമവും അല്ലെങ്കിൽ നമുക്ക് ആസ്വാദനത്തിന് ആസ്വാദനവും പിന്നെ ഭക്ഷണത്തിന് ഭക്ഷണവും എല്ലാം കൂടിക്കലർന്ന ഒരു പറുദീസയാണ് നമ്മുടെ ഭാരതത്തിലെ ഒരു പറുദീസ എന്ന് തന്നെ വേണം ഗോവയെ വിളിക്കാനായിട്ട്. മനോഹരമായ ബീച്ചുകളാൽ സമ്പന്നമാണ് ഗോവ എന്ന് എല്ലാവർക്കും വളരെ നന്നായിട്ടറിയാം. ഗോവയിൽ പോകാൻ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാർ, നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാരിൽ പുരുഷന്മാരിൽ ഏകദേശം ഒരു ഗോവയെക്കുറിച്ച് അറിയാവുന്ന ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഗോവയിലേക്കൊരു യാത്ര പോവുക, ഗോവയിൽ പോയി അടിച്ചു പൊളിക്കുക എന്നുള്ളത്. എസ്പെഷ്യലി യൂത്ത് ആയിട്ടുള്ള എല്ലാ യൂത്തന്മാർക്കും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗോവയിൽ പോയി അടിച്ചു പൊളിക്കുക എന്നുള്ളത്. അടിച്ചു പൊളിക്കുക എന്നതിന് വേരിയസ് ആയിട്ടുള്ള വിഭിന്നങ്ങളായിട്ടുള്ള അർത്ഥ തലങ്ങളാണ് ഈ അടിച്ചുപൊളി എന്നുള്ള വാക്കിന് ഉള്ളത്. അത് ആൾക്കാർക്ക് അവരവരുടെ യുക്തിക്കനുസരിച്ച് അതവിടെ ഇങ്ങനെ ഫീൽ ചെയ്യാം. ഞാനിന്ന് ഗോവയെക്കുറിച്ചും ഗോവയുടെ അടിച്ചുപൊളി കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. എനിക്കൊരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അലക്സ് എന്നാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. തൊടുപുഴയാണ് സ്വദേശം. അലക്സിന് ഇപ്പോൾ അലക്സിൻ്റെ ഭാര്യ ടെസിയിൽ നിന്നും ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അത് പിന്നെ എന്താ പറയുക, കുടുംബ കോടതിയിൽ നിന്ന് ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ്. ടെസി പിന്നെ അലക്സിനെതിരെ വിവാഹ മോചനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ടെസിക്ക് അലക്സ് അർത്ഥനഗ്നനായിട്ട് ഒരു യുവതിയുമായി ഗോവയുടെ വിഭിന്ന പ്രദേശങ്ങളിൽ ബീച്ചിലും റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ അർത്ഥനഗ്നനായിട്ട് ഒരു സ്ത്രീയെ ചുംബിച്ചുകൊണ്ടും ഗാഠമായിട്ട് പുണർന്നുകൊണ്ടുമൊക്കെ നിൽക്കുന്ന കുറേ ഫോട്ടോകൾ കിട്ടിയിരിക്കുന്നു. അതിനകത്ത് കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ടെസിക്ക് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. കാരണം അവിടെയുള്ള ആളുകളൊക്കെ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞിരുന്നു അലക്സ് പരിചയപ്പെടുത്തിയ അലക്സിൻ്റെ ഭാര്യ എന്നാണ്. അലക്സിന് കേരളത്തിൽ ഓൾറെഡി ഭാര്യയും 2 കുട്ടികളും ഉള്ളതാണ്. ഭാര്യയുടെ പേര് ടെസി എന്നാണ്. അപ്പോൾ ഗോവയിൽ പോയപ്പോൾ അലക്സിന് എങ്ങനെയാണ് ഒരു സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടിയത്? ഗോവയുടെ ബീച്ചുകളിൽ കൈകോർത്ത് പിടിച്ച് നടക്കുവാനും സകലത്തും മറന്ന് ആലിംഗനം ബദ്ധരായിട്ട് നിൽക്കുവാനൊക്കെ എങ്ങനെയാണ് അലക്സിന് ഒരു ഭാര്യയെ ഗോവയിലും കിട്ടിയത്? അതിൻ്റെ അർത്ഥം അലക്സിന് ഗോവയിൽ മറ്റൊരു ഭാര്യയുണ്ടോ? ഇവിടെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് അലക്സിൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ്. ടെസി എന്ന് പറയുന്ന ആൾ ഒരു ടീച്ചറാണ്. അപ്പോൾ അലക്സിനെ ഞാൻ കാണുകയുണ്ടായി. കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നപോലെയാണ് കൂട്ടുകാരാ, ഇങ്ങനെയൊരു വിഷയം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ് ഇങ്ങനെ ഒരു സംഗതി? നിനക്കിവിടെ പ്രവൃത്തിയും പിള്ളേരൊക്കെ ഉള്ളതാണല്ലോ, പിന്നെ നീ എന്തിനാണ് നിനക്ക് ശരിയായിട്ടുള്ള നിനക്കൊരു സെറ്റപ്പ് പോലെ ഗോവയിൽ നിനക്ക് മറ്റൊരു ഭാര്യയൊക്കെ ഉണ്ടോ? ഇതെന്താണ് ഇങ്ങനത്തെ കളി, എന്താണ് എന്ന് പറഞ്ഞപ്പോൾ അലക്സ് ഒരു നേർചിത്രം, അതായത് നേരിൻ്റെ ഒരു വലിയ എന്താ പറയുക, ഒരു ക്യാൻവാസ് എനിക്ക് മുന്നിലേക്ക് തുറന്നിടുകയായിരുന്നു. ആ ക്യാൻവാസ് ഞാൻ കണ്ടപ്പോഴേക്ക് അതിലെ കാര്യങ്ങൾ വിവരണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു. എന്താണെങ്കിലും ഞാൻ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ, നമ്മുടെ ഭാരതത്തിലെ വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് മുംബൈ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് പോകേണ്ടതൊരു ആവശ്യമുണ്ട്. ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിപ്പോൾ ഉള്ളിൽ ഞാനിന്ന് കരുതി മുംബൈ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഗോവയിലൊന്ന് കയറിയിട്ട് വരണം തീർച്ചയായിട്ടും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതുകയുണ്ടായി. നമുക്ക് അലക്സിൻ്റെയും ടെസിയുടെയും ജീവിതത്തിലേക്കല്ല ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കോമൺ ആയിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് നമുക്ക് കമ്പനിയിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഹെഡിങ് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഗോവയിൽ നമുക്ക് ഭാര്യമാരെ കിട്ടും. ഒരു പുരുഷന് അനുസൃതമായിട്ടുള്ള അവൻ്റെ സ്വപ്നങ്ങളിലുള്ള അവന് ഏതു തരത്തിലുള്ള ഒരു ഭാര്യയാണ് അവന് ആവശ്യമെന്ന് ഒന്ന് തോന്നിയാൽ അവൻ്റെ സ്വപ്നങ്ങളിലുള്ള അവൻ്റെ ഇമാജിനേഷനിലുള്ള അവൻ കാലാകാലങ്ങളായിട്ട്
അവൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഇപ്പോൾ പുരുഷന്മാരെല്ലാം കേരളത്തിലെ ധാരാളം ആളുകൾ ഇപ്പോൾ ഗോവയിലേക്ക് എങ്ങനെ ടൂറായിട്ടും പാക്കേജായിട്ടും ഒക്കെ പോകുന്നുണ്ട്. കുടുംബപരമായിട്ട് പോകുന്നത് വേറിട്ട ഒരു അനുഭൂതിയാണ്. അതേക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ധാരാളം ചെറുപ്പക്കാർ ഇപ്പം ഗോവയിലേക്ക് പോവുകയും ഗോവയിൽ ചെന്നിട്ട് അവർ അവിടെ ചെന്ന വാടകയ്ക്ക് ഭാര്യമാരെ കൈക്കലാക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ആ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് ദയവായി നിങ്ങളൊക്കെ ഗോവയിൽ പോയിട്ട് വാടകയ്ക്ക് ഭാര്യമാരെയൊക്കെ എടുത്തിട്ട് കുടുംബകലഹമുണ്ടാക്കുകയോ ഇതുപോലെയുള്ള എന്താ പറയുക കുടുംബ കോടതികളിൽ നിന്നും കയറി ഇറങ്ങിയാൽ ഞാനതിന് ഉത്തരവാദിയല്ല എന്ന് ഒരു എന്താ പറയുക മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. അലക്സ് ഭാര്യയുമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി വളരെ കൂളായി ക്വയറ്റായിട്ട് നന്നായിട്ട് പോകുന്ന ഒരു ഫാമിലി മാനാണ്. ഭാര്യ ഞാൻ പറഞ്ഞ ഭാര്യ ടീച്ചറാണ്. അലക്സ് ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്നയാളാണ്. 2 പെൺകുട്ടികളാണുള്ളത്. അത്യാവശ്യം തൊടുപുഴയിലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു പുരാതന കുടുംബത്തിലെ അംഗമാണ്. കുഴപ്പമൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അലക്സ് മിക്കവാറും വർഷത്തിൽ 2 തവണ അല്ലെങ്കിൽ എല്ലാ വർഷവും മുടങ്ങാതെ ഗോവയിലേക്ക് പോകാറുണ്ട്. അലക്സ് മാത്രമല്ല, കേരളത്തിലെ ധാരാളം ആളുകൾ ഇങ്ങനെ ഈ എന്താ പറയുക ഈ തങ്ങളുടെ ഒഴിവുകാലങ്ങൾ ആസ്വദിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒഴിവുകാലങ്ങൾ ആഹ്ലാദകരമാക്കുവാനായിട്ട് അല്ലെങ്കിൽ ആഘോഷകരമാക്കുവാനായിട്ട് ധാരാളം ചെറുപ്പക്കാരും മധ്യവയസ്സുള്ള ആൾക്കാരും പിന്നെ ടീനേജ് പ്രായം കഴിഞ്ഞുള്ള ആളുകൾ മുതൽ അപ് ടു ഏകദേശം ഒരു 10-65 വയസ്സുള്ള ആളുകളൊക്കെ ധാരാളം പുരുഷന്മാർ ഗോവയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ അലക്സിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ഗോവ സന്ദർശിക്കുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നേരിട്ട് അറിയുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് അതുകൊണ്ടാണ് മുൻപേ ഞാൻ പറഞ്ഞത്. അലക്സ് പറഞ്ഞതിൻ്റെ പ്രകാരം ഗോവയിൽ പല സ്ഥലത്തും വാസ്കോയിലായിക്കോട്ടെ, പനജിയിലായിക്കോട്ടെ, മഡ്ഗാവിലായിക്കോട്ടെ, നമ്മൾ ഗോവയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ ധാരാളം ഏജൻസീസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ഡെസ്കിലൊക്കെ നമുക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റെൻ്റ് കാർ നമുക്ക് കിട്ടും, റെൻ്റ് ബൈക്ക് നമുക്ക് കിട്ടും, പിന്നെ റെൻ്റ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ റെൻ്റ് എ ഗേൾ ഫ്രണ്ട് നമുക്ക് ഗോവയിൽ സുലഭമായിട്ട് കിട്ടും. ഈ റെൻ്റ് എ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ടിനെ നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ 5 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്, നമ്മൾ 7 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്, തനിച്ചാണ് പോകുന്നത്, കൂട്ടുകാരുമൊത്തൊക്കെ പോകുന്ന ആളുകളായിരിക്കും. മിക്കവാറും 4-5 പേരൊക്കെ കൂട്ടുകാരായിട്ട് പോകുമ്പോഴേക്കും ഈ 5 കൂട്ടുകാരന്മാർ ചെന്നിട്ട് അവിടെ റെൻ്റ് എ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ അതിലേക്ക് അല്ലെങ്കിൽ റെൻ്റ് എ ബൈക്ക് എടുക്കും. റെൻ്റ് എ ബൈക്ക് എടുക്കുമ്പോഴത്തേനും ഒരു ബൈക്ക് ബുള്ളറ്റോ വാട്ടവർ ഇറ്റ് ഈസ് അത് കിട്ടും. അതിനൊപ്പം തന്നെ റെൻ്റ് എ ഗേൾ ഫ്രണ്ടും കൂടി അവരെടുക്കുകയാണ്. അപ്പോൾ ഒരു ക്ലിപ്തമായ തുക ഓരോ ദിവസവും ആ പെൺകുട്ടിക്ക് നമ്മുടെ ചോയ്സിന് അനുസൃതമായിട്ടുള്ള എത്രയാണോ നമ്മൾ പ്രായം നമ്മൾക്ക് വേണ്ടത് അതിനനുസൃതമായിട്ടുള്ള രീതിയിലേക്ക് നമ്മളവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏജൻസീസ് നമുക്ക് ഈ ബൈക്കോ അല്ലെങ്കിൽ കാറോ അപ്പാർട്ട്മെൻറ്റോ ഒക്കെ ലഭിക്കുന്ന പോലെ തന്നെ നമുക്ക് ഗേൾ ഫ്രണ്ടിനെ നമുക്ക് റെൻറ്റിന് എടുക്കാവുന്നതാണ്. റെൻറ്റിന് എടുത്തിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നമ്മുടെ ഫാൻറ്റസിയാണ് നമുക്ക് ബൈക്കിൽ ഇങ്ങനെ യഥേഷ്ടം ഇങ്ങനെ യാത്ര ചെയ്യുക, പാതയോരങ്ങളിലൂടെ ബീച്ചുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. നമ്മൾ വളരെ എന്താ പറയുക നമുക്ക് ഫിലിമിലൊക്കെ കണ്ടില്ലേ, അതുപോലെ നമ്മളുടെ സ്വപ്നത്തിൽ എന്ന പോലെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കെട്ടിപ്പുണർന്ന് നമ്മളെ ചുംബിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പുറകിൽ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളുടെ ഒപ്പം ബീച്ചിലും പിന്നെ റെസ്റ്റോറൻറ്റുകളിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ അവിടെ നമ്മുടെ ബസിലിക്കയിലൊക്കെ ധാരാളം ചർച്ചുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പോലുള്ള വലിയ വലിയ ചർച്ചുകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കറങ്ങി നടക്കുവാനായിട്ട് നമ്മളുടെ ഒപ്പം നമ്മളോട് ചേർന്നിരുന്ന് പോകുവാനായിട്ട് ബൈക്കിൽ നമുക്കൊരു ഗേൾ ഫ്രണ്ടിനെ നമുക്ക് റെൻറ്റിനെടുക്കാം. അതുപോലെ തന്നെ ഈ ഭർത്താക്കന്മാരുടെ സ്വപ്നങ്ങളാണ്. പല ഭർത്താക്കന്മാരും അവരുടെ ഇമാജിനേഷനുള്ള അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്കുള്ള അല്ലെങ്കിൽ അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഭാര്യമാരെ ആയിരിക്കില്ല കിട്ടുന്നത്. അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. പല ഭാര്യമാർക്കും ഒരിക്കലും അവരുടെ സങ്കല്പത്തിലുള്ള അവരുടെ സ്വപ്നത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷനിലുള്ള അല്ലെങ്കിൽ അവർ സ്വപ്നം കണ്ട രീതിയിലുള്ള പുരുഷന്മാരെ ആയിരിക്കില്ല കിട്ടുന്നത്. അവരെന്താണ് ആശിച്ച സുന്ദരനെ കിട്ടിയില്ലെങ്കിലും കിട്ടിയ കഷണ്ടിയെ സ്വീകരിക്കുക എന്നൊക്കെ പണ്ട് ഓട്ടോഗ്രാഫിലൊക്കെ എഴുതുമായിരുന്നു ഞാനൊക്കെ ഡിഗ്രിക്കും പിന്നെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അവരാ കിട്ടിയ കഷണ്ടിയെ കിട്ടിയ ആളെ സ്വീകരിച്ചിട്ട് അങ്ങനെ അതുമായി ഒത്തുചേർന്ന് അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് മറ്റൊരു ഓപ്ഷൻ കേരളത്തിൽ വളരെ കുറവായതുകൊണ്ട് അവരങ്ങനെ ഒതുങ്ങി അത്തരത്തിലൊരു കുടുംബിനിയായിട്ട് മിക്കവാറും ആളുകളാണ് പെണ്ണുങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. പക്ഷേ ഈ പുരുഷന്മാരുടെ കേസിൽ അങ്ങനെയല്ല. അവരെന്ത് ചെയ്യുന്നത് അവർ ആഘോഷകരമാക്കുവാനായിട്ട് ജീവിതം ഫെഡപ്പായി മാറുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ അവർ വല്ലാത്തൊരു ജീവിതം മുഷിഞ്ഞ
മുഷിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ കുടുംബ ബന്ധങ്ങൾ എപ്പോഴും തകർന്ന് തരിപ്പണമാകുന്നത് ഈ ജീവിതം മുഷിഞ്ഞു പോകുമ്പോഴാണ്. എപ്പോഴാണ് ജീവിതം മുഷിഞ്ഞു പോകുന്നത്? പങ്കാളികൾ തമ്മിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഇമോഷണലുമായിട്ടൊന്നും ഒരു ചേർച്ചയും ഇല്ലാതെയാകുമ്പോഴാണ്. അപ്പോൾ ചിലരൊക്കെ ഇതിങ്ങനെ ചേർന്ന് പോകുവാനായിട്ട് വളരെയേറെ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പലരും അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹം അഭിനയിക്കും, പിന്നെ എന്താ പറയുക, ബഹുമാനം അഭിനയിക്കും, മറ്റ് പല അഭിനയങ്ങളൊക്കെ കാഴ്ചവെക്കുന്നെങ്കിൽ തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കിട്ടിക്കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുവാനും തല്ലുപിടിക്കുവാനും അല്ലെങ്കിൽ പരസ്പരം കുടുംബക്കാരുടെയും തങ്ങളുടെയും അവരുടെയും ഇവരുടെയൊക്കെ കുറ്റം പറയുവാനും കടിച്ചു കീറുവാനും ഉള്ള നിമിഷങ്ങൾ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സൗഹാർദ്ദപരമായിട്ട് പോകുന്നതിന് പകരം അടിച്ചു പിരിഞ്ഞ് അടിയും അലമ്പുമായിട്ട് പോകുവാനാണ് മിക്കവാറും എല്ലാ ഫാമിലിയിലല്ല, ചില ഫാമിലികളിലൊക്കെ ശ്രമിക്കുന്നത്. കാരണം ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും നമ്മുടെ പുരുഷന്മാരുടെ സ്വഭാവമാണ്, അവർക്ക് ജോലിക്ക് മാസാവസാനം കഴിയുമ്പോഴേക്കും അവർക്ക് ശമ്പളം തികയത്തില്ല, ഭാര്യ ജോലിക്കാരിയായിരിക്കും. ഇപ്പോഴത്തെ മിക്കവാറുമുള്ള കേരള സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളും അധ്വാനിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വസ്ത്രം വാങ്ങുവാനും സ്വർണം വാങ്ങുവാനും ഭക്ഷണം വാങ്ങുവാനും ഓർഡർ ചെയ്യുവാനും എല്ലാം അവരുടേതായ ഒരു പ്രത്യേക ട്രെൻഡിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ട്രെൻഡിൽ രണ്ടുപേരും അവരുടേതായ ട്രെൻഡുകളിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കത്തെ പരസ്പര വിശ്വാസവും സ്നേഹവും ആ ഒരു കെട്ടുറപ്പും ഒക്കെ ഊർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഭർത്താവിന് ചിലപ്പോൾ ആവശ്യം ഭാര്യ രാവിലെ അവനെ വിളിച്ചുണർത്തിയിട്ട് അവന് ഒരു ചൂടുള്ള കടുങ്കാപ്പിയ അല്ലെങ്കിൽ ചായ കൊടുത്തിട്ട് അവനെ ഒന്ന് കെട്ടിപ്പുണരുക. തണുപ്പത്ത് നേർത്ത മഞ്ഞിൽ, ഇപ്പം ഡിസംബറൊക്കെയാണ്, നേർത്ത മഞ്ഞിൽ അവനോടൊപ്പം വെറുതെ പിന്നെ ബ്ലാങ്കറ്റിനകത്തൊന്ന് കെട്ടിപ്പിടിച്ച് വെറുതെ കിടക്കുക. അതൊക്കെ ചിലപ്പോൾ ഒരു ഭർത്താവിൻ്റെ സ്വപ്നമായിരിക്കാം. ഭാര്യയ്ക്ക് അങ്ങനത്തെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവർ ആ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചിലപ്പോൾ ചെയ്തു എന്ന് വരികയില്ല. അതുപോലെ തന്നെ ഭർത്താവിനോട് മറ്റുള്ളതായിരിക്കാം, ഒരുമിച്ച് പുറത്തു പോവുക, ഒരു ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം കള്ളു കുടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബീർ കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുക, സായാഹ്നങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഹോളിഡേയ്സിലൊക്കെ പോയിട്ടൊന്ന് ചെറിയൊരു എൻജോയ്മെൻറ്റ്, ഒന്ന് കറങ്ങാൻ പോകുക, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുക. അങ്ങനെ ധാരാളം സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരിക്കും. പക്ഷേ ആ സ്വപ്നങ്ങളൊന്നും നമ്മുടെ ഫാമിലി ടിപ്പിക്കൽ മിക്കവാറുമുള്ള ഈ ഫാമിലി എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക, ആ 4 ചുവരുകൾക്കുള്ളതൊന്നും അവർക്ക് ഫുൾഫില്ല് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുമായിരിക്കില്ല. അല്ലെങ്കിൽ അവരൊരിക്കലും അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തങ്ങളുടെ ആഗ്രഹം എന്നൊരിക്കലും തുറന്ന് പറയാറുണ്ടായിരിക്കുകയില്ല. അപ്പോൾ അത് ആ ആഗ്രഹങ്ങൾ ഫുൾഫില്ല് ചെയ്യുവാനായിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരിതുപോലെ വാടകയ്ക്ക് ഭാര്യമാരെ ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പറന്നു പോകുന്നു. അവിടെ ചെന്നിട്ട് അവർ വാടകയ്ക്ക് ഭാര്യയെ എടുക്കുന്നു, അവരുമായി പ്രണയ പരവശരാകുന്നു, അവരുമായി ബീച്ചിൽ പോകുന്നു, ആലിംഗനം ചെയ്യുന്നു, ചുംബിക്കുന്നു, ഒരുമിച്ച് പോയി ആഹാരം കഴിക്കുന്നു, സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കുന്നു. പിന്നെ എന്തൊക്കെയാണോ ജീവിതത്തിൽ ആസ്വാദ്യകരമായിട്ടുള്ള ആസ്വദിച്ച് ചെയ്യാൻ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന സംഗതികളൊക്കെ തങ്ങളുടെ പിന്നെ എന്താ പറയുക, നേർപ്പാതി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് അവർക്ക് സാധിക്കാത്ത സംഗതികൾ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ അവരെന്താണ് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഗോവയിലേക്കൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള വിനോദസഞ്ചാരികളുടെ പർദീസയിലേക്ക് പോയിട്ട് അവരതൊക്കെ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ ഫുൾഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാറിൽ പോയി അവിടെയൊക്കെ ഇങ്ങനെ പിന്നെ നമ്മുടെ എന്താ പറയുക, പബ്ബുകളൊക്കെ ഉണ്ട്. പബ്ബുകളിൽ പോവുക, ബിയർ കഴിക്കുക, ഡാൻസ് ചെയ്യുക, നൃത്തം ചെയ്യുക. അതുപോലെ തന്നെ ബീച്ചുകളിൽ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി വൈകുന്നേരം ഫയർ പ്ലേസിന് മുമ്പിൽ നിന്നിട്ട് ഉറക്കെ ഒരു ശ്രുതിയില്ലെങ്കിലും ഉറക്കെ സന്തോഷത്തോടു കൂടി ഉറക്കെ പാട്ട് പാടുക. പിന്നെ ജീവിതം മാക്സിമം ആഹ്ലാദിക്കാനായിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ആ രീതിയിലേക്കില്ല. അതിനർത്ഥം അവരാരും കുടുംബത്തെ മറന്നോ കുട്ടികളെ മറന്നോ മാതാപിതാക്കളെ മറന്നോ അതൊന്നുമല്ല. അങ്ങനെയുള്ള മറവികൾ മറന്നുകൊണ്ട്, കുടുംബത്തെ മറന്നുകൊണ്ട് മറ്റൊരു സംഗതി അഡോപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു തലങ്ങളിലേക്ക് പോവുകയോ അങ്ങനെയല്ല. ജീവിതത്തിൽ ഒരു 10 ദിവസം, വർഷത്തിൽ 365 ദിവസത്തിലുള്ള 350 ദിവസവും അവർ ജോലി ചെയ്യുകയാണ്. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ധാരാളം ഭർത്താക്കന്മാരുണ്ട്, ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കിട്ടുന്നൊരു 10 ദിവസമെങ്കിൽ 10 ദിവസം സ്വന്തമായിട്ട് ആഹ്ലാദിക്കുവാനായിട്ട്, സ്വന്തമായിട്ട് ആനന്ദിക്കുവാനായിട്ട്, സ്വന്തമായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കുവാനായിട്ട്, മനസ്സ് തുറന്ന് കൂട്ടുകാരുമായി ഒത്തുചേരുവാനായിട്ട്, അങ്ങനെ പുരുഷന്മാരാണ് മോസ്റ്റ്ലി അങ്ങനെ പോകുന്നത്. മിക്കവാറും നമുക്ക് കേരള സമൂഹത്തിൽ നമുക്കറിയാൻ സാധിക്കും, ഒരു 5-6 പെണ്ണുങ്ങൾ ഒരുമിച്ച് പോയിട്ട് അവർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്. അവർ എവിടേക്കാണ് പോകുന്നത്? വല്ല ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമായിരിക്കും, അല്ലെങ്കിൽ കാണാനുള്ള മറ്റുള്ള അങ്ങനെ എന്തെങ്കിലും പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ ആയിരിക്കും. പക്ഷേ പുരുഷന്മാരല്ല, അങ്ങനെയല്ല. അവർ കൂട്ടുകാരായിട്ട് 5-6 പേര് ഒത്തുചേർന്നാൽ അവർ എങ്ങനെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആസ്വാദികരമായിട്ടുള്ള ആനന്ദിക്കേണ്ട നിമിഷങ്ങൾ നമുക്ക് എവിടെയാണ് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ചില വശങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ടെസ്സിയുടെയും അലക്സിൻ്റെയും കാര്യത്തിൽ
ടെസി ഇവിടെ ഓക്കെയാണ്, ടിപ്പിക്കൽ വൈഫാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അലക്സ എന്ന് പറഞ്ഞ ഭർത്താവ് ഒരിക്കലും അതുകൊണ്ട് ഹാപ്പിയല്ല. അയാൾ അതിൽ നിന്ന് കുറച്ചുപരിയായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശാരീരിക സുഖം, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാനസിക സുഖം, അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇമോഷണൽ ഉള്ള അയാളുടെ സുഖം, അയാളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, വളരെ ചെറിയ, മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പോൾ അവർ ചിരിക്കുമായിരിക്കും. ഒന്ന് പബ്ലിക്കായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് പബ്ലിക്കായിട്ട് ബീച്ചിൽ പോയിട്ട് ഒരുമിച്ച് കുളിക്കുക, അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക, കൈകോർത്ത് ബീച്ചിലൂടെ നടക്കുക. ഇതൊക്കെ ചെറിയ നിസ്സാരമായ ജീവിതത്തിലെ ചെറിയ ചെറിയ നിസ്സാരമായ സംഭവങ്ങളാണെന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും ഒരു പുരുഷൻ്റെ ജീവിതത്തെ, ഒരു പുരുഷനെ സംബന്ധിച്ച്, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, പക്ഷേ ഞാനിവിടെ സംസാരിക്കുന്നത് പുരുഷൻ്റെ മാനസികാവസ്ഥ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി എന്താ പറയുക, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾ, അല്ലെങ്കിൽ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും, അല്ലെങ്കിൽ സ്ട്രെസ്സ്, അവനുള്ള മറ്റു പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഇതിനെയൊക്കെ ലഘൂകരിച്ച് അവൻ്റെ ജീവിതം വീണ്ടും അടുത്ത വർഷം ഈ ഡിസംബർ മുതൽ, ഇപ്പോൾ 2024 ഡിസംബർ മുതൽ 2025 ഡിസംബർ വരെ അവനെ കാത്തിരിക്കുവാനായിട്ട്, അവൻ്റെ ജീവിതത്തെ ആ സമയം വരെ, ആ എൻജോയ്മെൻറ്റിൻ്റെ നിമിഷങ്ങളിലേക്ക് പോകുവാനുള്ള വ്യഗ്രതയോട് മുന്നോട്ട് പോകുവാനുള്ളൊരു മനോഭാവമാണ് അലക്സ് അടക്കമുള്ള ധാരാളം ആളുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവരൊക്കെ എല്ലാ വർഷവും ഈ ഗോവയിലേക്ക് തങ്ങൾക്ക് സുഖവും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന വാടകയ്ക്കുള്ള ഭാര്യമാരെ തേടിപ്പോകുന്നത്. അവിടെ ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ഒരു പരിധിവരെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് അവർക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മോറൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേദാന്തവും അല്ലെങ്കിൽ ഉപനിഷത്തും ബൈബിളോ ഖുറാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളതല്ല. അവർക്ക് ആ ഒരു 10 ദിവസത്തേക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർ ജീവിതം ജീവിച്ച് തീർക്കാനായിട്ട്, ജീവിതം ആസ്വദിക്കുവാനായിട്ട് അവർ തയ്യാറാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അലക്സ അവിടേക്ക് പോവുകയും വാടകയ്ക്ക് അപ്പാർട്ട്മെൻ്റ് എടുത്തു, വാടകയ്ക്ക് ബൈക്ക് എടുത്തു, വാടകയ്ക്ക് ഒരു ഭാര്യയും എടുത്തിട്ട് 10 ദിവസം ആസ്വാദികരമായിട്ട് അനന്തപൂർണമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ പരിചയക്കാരെ, സ്നേഹിതരെയൊക്കെ അവിടെ കണ്ടു കാണുമായിരിക്കും. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു കാണും, അവരങ്ങനെയാണ് ജീവിക്കുന്നത്. അവിടെ പോകുന്ന ആൾക്കാരൊക്കെ ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഗേൾഫ്രണ്ടാണ്, അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്സും അതിൻ്റെ വീഡിയോസും എടുത്തിട്ട് ഏതോ കുബുത്തികൾ, ഏതോ തൽപര കക്ഷികൾ എടുത്തിട്ടാണ് ടെസ്സിക്ക് അയച്ചു കൊടുക്കുകയും, ടെസ്സിക്ക് ഒരിക്കലും അസൂയ കൊണ്ടാണോ, അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ പൊസസീവ് ആണോ, എന്താണെന്നറിയില്ല, ടെസ്സി നേരെ പോയത് മറ്റൊന്നും പറയാനായിട്ട് പോയില്ല. നേരെ കുടുംബ കോടതിയിൽ പോയി കേസ് കൊടുത്തു. തൻ്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യയുണ്ട്, അയാൾ എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള എന്താ പറയുക, അഴിഞ്ഞാടിയുള്ള ജീവിതം നയിക്കുന്നയാളാണ്. ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടക്കാരനെ എനിക്ക് ഭർത്താവായിട്ട് എനിക്ക് വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരക്കാരനായ ഒരു അഴിഞ്ഞാട്ടക്കാരൻ്റെ ഒരു അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ടെസ്സിയോട് എനിക്കൊന്ന് പറയുവാനുള്ളത്, ഒരുപക്ഷെ ഇതിന് ഒരിക്കലും അലക്സിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി 100% കുറ്റപ്പെടുത്തി പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന പലതും ലഭ്യമാക്കേണ്ട ചുമതല, ധാർമ്മിക ഉത്തരവാദിത്തം ഒരു ഭാര്യയ്ക്കുള്ളതാണ്. അപ്പോൾ ടെസ്സി ചിലപ്പോൾ പറയുമായിരിക്കും, എനിക്കിങ്ങനെ അഴിഞ്ഞാടി ബീച്ചിൽ കൂടി നടക്കാൻ പറ്റത്തില്ല, എനിക്ക് അർത്ഥനഗ്നയായിട്ട് ഭർത്താവിനെ പുണർന്ന് ബീച്ചിൽ കുളിക്കുവാൻ സാധിച്ചൊന്നിരിക്കത്തില്ല, എനിക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാനായിട്ട് സാധിച്ചൊന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്കൊരു ബാറിൽ പോയി അദ്ദേഹത്തിനോടൊപ്പം നൃത്തം ചെയ്യുവാനായിട്ട് ഇരിക്കത്തില്ല, എനിക്കൊരു ബൈക്കിൻ്റെ പിന്നിൽ കയറിയിട്ട് അയാളെ പുണർന്നുകൊണ്ട് ഇങ്ങനെ കാതങ്ങളോളം സഞ്ചരിക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന് വരികയില്ല. ഇതൊക്കെ ചിലപ്പോൾ വരാത്തപ്പോഴേക്കും, അങ്ങനെയാണ് എങ്കിൽ ഇതൊക്കെ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുവാനായിട്ട് അയാൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനുള്ള ഉത്തരം കൂടി നിങ്ങൾ സ്വാഭാവികമായിട്ടും നൽകുവാൻ ബാധ്യസ്ഥയാണ്. നമ്മൾ ഈ കുടുംബ ബന്ധങ്ങൾ, അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുമ്പോഴേക്കും പരസ്പരം സംസാരിച്ചിരിക്കാനും ഒരു മുറിയിൽ കയറി കെട്ടിപ്പിടിച്ച് ഉറങ്ങുവാനായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മാത്രം മുന്നോട്ട് പോകുവാനായിട്ടുമല്ല. പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ഒരവസ്ഥ വരുമ്പോഴേക്കും ആ അവസ്ഥയിൽ അവനോടൊപ്പം അല്ലെങ്കിൽ അവളോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പാത വെട്ടിത്തെളിക്കുകയും ആ പാതയിലെ മുള്ളുകളും പിന്നെ മറ്റുള്ള സകല സംഗതികളും പരസ്പരം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആണ് നടന്നു പോകുമ്പോൾ മുൻപേ നടന്നു പോകുന്നത് പെണ്ണാണെങ്കിൽ അവിടെയുള്ള മുള്ളുകൾ, കുപ്പിച്ചില്ലുകളും മറ്റുള്ള വിഷവസ്തുക്കളൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ അകറ്റി കൊടുത്തിട്ട് തൻ്റെ പിന്നാലെ വരുന്നവനെ വഴിയൊരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാകുന്നു എന്ന് പറഞ്ഞ ബൈബിൾ വചനത്തെ ഉദ്ധരിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിൽ അങ്ങനെ ചില കൊടുക്കൽ വാങ്ങലുകൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. അല്ലാത്തപ്പോൾ ഈ എന്താ പറയുക,
മുകളിലേക്ക് കയറി പോകുമ്പോൾ മാത്രം പടിക്കെട്ടുകൾക്ക് മുകളിൽ പോയി നിന്നിട്ട് ഒപ്പം നിന്ന് കെട്ടിപ്പിടിച്ച് പുഞ്ചിരിക്കുവാനോ ഫോട്ടോ എടുക്കാനോ വേണ്ടി മാത്രമുള്ളതല്ല. ഒരുമിച്ച് ഏത് പരിതസ്ഥിതിയിലും, അത് എത്രമാത്രം മോശം പരിതസ്ഥിതിയാകട്ടെ, എത്രമാത്രം നല്ല പരിതസ്ഥിതിയാകട്ടെ, നല്ല പരിതസ്ഥിതിയിൽ നമ്മളൊപ്പം നിന്നില്ലെങ്കിലും നമ്മളുടെ മോശം പരിതസ്ഥിതിയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവരെയാണ് നമ്മളെപ്പോഴും മനസ്സിൽ കുടിയേറ്റി വയ്ക്കുന്നത്. മനസ്സിൽ അവർക്ക് മാത്രമായിട്ടുള്ളതായിരിക്കും എല്ലാവരുടെയും സ്നേഹവും മമതയും പ്രതിബദ്ധതയുമൊക്കെ. അപ്പോൾ ഞാൻ അലക്സിൻ്റെയും ടെസ്സിയുടെയും കാര്യം നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പറയാൻ കാരണം, ഗോവയിലേക്ക് ഇനിയിപ്പോൾ ഡിസംബർ ആവുകയാണ്. ഒരു വലിയ പർദീസയിലേക്ക് പോകാനുണ്ട്. ധാരാളം ആളുകൾ പോകുന്നുണ്ട്. ഭർത്താവ് ഭാര്യയോട് ചിലപ്പോൾ പറഞ്ഞിട്ടായിരിക്കാം പോകുക, പറയാതെ ആയിരിക്കാം പോകുന്നത്. പറഞ്ഞിട്ട് പോകുന്ന ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ വാടകയ്ക്ക് ഭാര്യയുടെ അടുത്തേക്കായിരിക്കാം പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയാണ് എങ്കിൽ ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കുക, അയാളെ കൂടുതൽ പരിഗണിക്കുക, അയാൾക്ക് വേണ്ടതൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി, നമ്മൾ വെറുതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുടുംബം എന്ന് പറഞ്ഞ ആ ഒരു ചട്ടക്കൂടിനകത്ത് വെറുതെ അഭിനയിച്ച് ജീവിച്ച് തീർക്കാതെ സന്തോഷകരമായി മനസ്സിലാക്കലോടുകൂടി ജീവിച്ച് തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. അപ്പോൾ നമ്മളുടെ ഈ ഗോവ ചരിത്രം നമുക്ക് ഈ എന്താ പറയുക, എന്തുകൊണ്ടാണ് ഈ മലയാളികളായിട്ടുള്ള ധാരാളം പെൺകുട്ടികൾ അവിടെ ഈ വാടക ഭാര്യമാരായിട്ടും ഉണ്ട് എന്ന് അലക്സ് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. തീർച്ചയായിട്ടും ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ വളരെ വൈകാതെ തന്നെ ഈ ഡിസംബറിൽ തന്നെ തീർച്ചയായിട്ടും ഈ വാടക ഭാര്യമാരെ അന്വേഷിച്ചൊന്ന് പോകുന്നുണ്ട്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അറിയുവാനും അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ അറിയുവാനും അവർക്ക് എങ്ങനെയാണ് ഈ വാടക ഭാര്യമാരായിരിക്കുന്ന ആളുകളും ചിലപ്പോൾ അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരിക്കാം, അവർക്ക് കുടുംബമുണ്ടായിരിക്കാം, അവർക്കും കുട്ടികളുണ്ടായിരിക്കാം. പക്ഷേ എന്നിട്ടും അവരെന്തുകൊണ്ടാണ് വാടക ഭാര്യമാരായി ചമഞ്ഞ് പല പുരുഷന്മാരോടൊപ്പം 10 ദിവസത്തെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, 10 ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ട് പോകുന്നത്? ഞാൻ അറിഞ്ഞിടത്തോളം ഈ വാടക ഭാര്യമാർ വരുന്നത് രജിസ്റ്റർ ചെയ്തിട്ട് ഗോവയിലെ ആളുകളല്ല. അവർ ഈ പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ ഭർത്താക്കന്മാരാകാനായിട്ട് കൊതിച്ചു വരുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നല്ല തൻ്റെ ഇമാജിനേഷനുള്ള ഭാര്യനെ ലഭിക്കുവാനായിട്ട് ഭർത്താക്കന്മാർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് പോലെ തന്നെ തൻ്റെ ഇമാജിനേഷനുള്ള ഭർത്താവിനെ ലഭിക്കുവാനായിട്ട് കേരളത്തിൽ നിന്നടക്കം വരുന്ന ആളുകളാണ് ഈ വാടക ഭാര്യമാർ എന്ന് എനിക്ക് അറിവ് കിട്ടിയിരുന്നു. അലക്സ് പറഞ്ഞുള്ള അറിവാണ്. അതിൻ്റെ നിജസ്ഥിതി അറിയുവാനായിട്ട് ഉടൻ തന്നെ ഗോവയിലേക്ക് ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. എൻ്റെ യൂണിവേഴ്സിറ്റി യാത്രയോട് അനുബന്ധിച്ച് അങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹം മനസ്സിലുണ്ട്. വാടകയ്ക്ക് ഭാര്യയെ തേടിയല്ല, വാടക ഭാര്യമാരുടെ സത്യാവസ്ഥ തേടിയുള്ള യാത്രയിലേക്കാണ് ഞാൻ. തൽക്കാലം ഇപ്പോൾ നിർത്തുകയാണ്. വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളിലേക്ക് ഞാൻ അധികം വൈകാതെ നാളെ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റുകൾ എഴുതി അറിയിക്കുവാനും സബ്സ്ക്രിപ്ഷൻ നൽകുവാനും മറക്കരുതേ എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.